കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ജലജ ജാനകിയും ദേവേനിങ്ങടെ അങ്ങോട്ട് വരുന്നത്. അപ്പൊ ദേവേനിയുടെ കൈ പിടിച്ചിട്ട് അങ്ങനെ ജലജ അവിടെ കൊണ്ട് ഇരുത്തുവാണ്. ഈ സമയത്ത് ജലജയോട് മുത്തശ്ശൻ പറഞ്ഞു, അല്ല നിന്റെ മോൻ ശബരിമലയ്ക്ക് പോയിട്ട് നിന്റെ മോന് ശബരിമല കാലുകുത്താൻ പറ്റുമെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു, അല്ല അത് പിന്നെ അച്ഛാ, ദേ ഒരു കാര്യം നിന്നോട് മുമ്പും പറഞ്ഞിട്ടുണ്ട്. നോയമ്പെടുക്കുവാണെങ്കിലും നല്ല കൃത്യമായിട്ട് നോയമ്പെടുത്തു വേണം മലയ്ക്ക് പോകാനായിട്ട്, മല ചവിട്ടാനായിട്ട്. അത് അവനോട് എത്ര വട്ടം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിന്റെ മോന് ഇന്ന് വരെ അത് അനുസരിച്ചിട്ടുണ്ടോ ജലജയെന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ അച്ഛാ, ഇതേ കൂടുതലൊന്നും പറയണ്ട, അവന് മല ചവിട്ടാനായിട്ട് പറ്റിയില്ല. അവൻ എന്നിട്ട് അവരോട് തിരികെ ഇങ്ങോട്ട് പോരുന്നുണ്ട്. മല ചവിട്ടാനും പറ്റിയില്ല. പിന്നെ അവൻ എന്ത് കോലം കെട്ടാൻ വേണ്ടിയിട്ടാ ഇങ്ങനെ നോയമ്പാ വെറുതെ വാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ. അവന് ഒരനുഭവം അല്ലല്ലോ ഉള്ളത്. ഇതിനു മുമ്പ് പല അനുഭവങ്ങൾ അവനുള്ളതല്ലേ. എന്നിട്ട് ഇതിന് വല്ല കാര്യം ഉണ്ടായിരുന്നെന്ന് ചോദിക്കുക. അത് കേട്ടതും ജലജ പറഞ്ഞു, അല്ല അത് പിന്നെ അച്ഛാ നീ കൂടുതലൊന്നും പറയണ്ട. അതെ മനുഷ്യന്മാരുടെ കണ്ണ് കെട്ടാനായിട്ട് പറ്റും, വേണേ കള്ളത്തരങ്ങളും കാര്യങ്ങളും എല്ലാം പറയാം. പക്ഷെ അത് പിടിക്കപ്പെടത്തില്ല, ഒരു പരിധി വരെ പിടിക്കപ്പെടുത്തൊന്നുമില്ല. പക്ഷെ ദൈവങ്ങളുടെ കാര്യം അങ്ങനെയല്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിലൊരുത്തന്നെ ഇരിക്കുന്നുണ്ടെന്ന് പറയത്തില്ലേ. അയ്യപ്പസ്വാമി അവനെ വെറുതെ വിടുവോ? അവന് വെറുതെ വിടുക്കാന്ന് പറഞ്ഞ് ഓരോ കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഓരോ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരുന്നേ. അപ്പൊ അയ്യപ്പസ്വാമി ഇതൊക്കെ കണ്ടുണ്ട്. അതുകൊണ്ടാണ് അവന് മലയവിട്ടാൻ പറ്റാതെ വന്നേ. ഇതിനു മുമ്പ് പോയപ്പോഴെന്താ സംഭവിച്ചേ? അവന് മലയവിട്ടാൻ പറ്റില്ലോ. അവന്റെ കാലില് തേങ്ങയുടെ ചിരട്ട കൊണ്ട് കയറിയില്ലെന്നൊക്കെ ചോദിക്കുകയാണ്. ഇതേ ഇനിയെങ്കിലും നിന്റെ മോനോട് നന്നാവാൻ പറയാനൊക്കെ പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശവും അഭിമാരെല്ലാരും കൂടെ മലയ്ക്ക് പോയിട്ട് അങ്ങോട്ടേക്ക് വരുവാണ്. അവര് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു പോലെ യാത്രയൊക്കെ എന്ന്. സുഖമായിരുന്നു ആദർശനോട് ചോദിക്കുക. കുഴപ്പമില്ലായിരുന്നു അച്ഛാന്ന് പറയണം. അല്ല ഇവൻ എന്നിട്ട് എന്ത് ചെയ്തു? ഇവൻ അവിടെ ഇരിക്കുവാനും ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേണം ജയൻ ആ കാര്യങ്ങളൊക്കെ പറയണേ. അബിയുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ഇവനെ അവിടെ ഇരുത്തിയിട്ട് പോയതാ. അവിടെ ഇരുത്തിയിട്ട് പോയ സമയത്ത് ഇവന്റെ കയ്യിൽ നിന്ന് പേഴ്സും ഫോണും ഒക്കെ മോഷണം പോയി, കള്ളന്മാര് കൊണ്ടുപോയെന്ന് പറയാം. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. അവസാനം ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും നിവൃത്തിയില്ലാതെ അലഞ്ഞു നടന്നു എല്ലാ കാര്യങ്ങളും ആദർശം ജയനും ഒക്കെ ചേർന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തിന് അബി ഇങ്ങനെ തല കുടിച്ച് നിൽക്കുക. അബിക്ക് തല പോലും ഉയർത്താൻ പറ്റില്ല. മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതിന് വല്ല മാറ്റം ഉണ്ടാ ജലജെ? കണ്ടില്ലേ ഇപ്പൊ നിന്റെ മോൻ വന്നിരിക്കുന്നേ? ഇതാ പറയണത്. മുമ്പേ ഒക്കെ പിന്നെ ആയിരുന്നു. അപ്പൊ ഓൺ ദ സ്പോട്ടിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് കണ്ടില്ലേ? ദൈവങ്ങൾ പോലും ഇവനോട് ദൈവങ്ങൾക്ക് പോലും ഇവനോടൊരു അനുകമ്പില്ല. കാരണം എന്താ? അത്ര വലിയ കാര്യങ്ങളൊക്കെ അല്ലേ ഇവൻ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. പാവങ്ങൾ ഒന്നിനും ഏത് ഒന്നായി ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അയ്യപ്പസ്വാമി പോലും ഇവനോട് കരുണ കാണിക്കാത്തെ. മല ചവിട്ടാനും പറ്റിയില്ല, പോലീസ് സ്റ്റേഷൻ വരെ കയറേണ്ട വന്നില്ലേന്ന് ചോദിക്കുക. ഇതിന് വല്ല കാര്യം ഉണ്ടായിരുന്ന അബി നേരം വേണം നോയപ്പെടുത്ത് പോവായിരുന്നെങ്കിൽ നിനക്ക് ഇവരോട് സന്തോഷത്തോടെ പോയിട്ട് വരാൻ മേലാരും ചോദിക്കുകയാണ്. ജലജ പറഞ്ഞു, അതിനാ അബീനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പിന്നെ ആരെയാ കുറ്റം പറയണ്ടേ? അല്ല അവന്റെ കൂടെ അവന്റെ ഭാര്യ ഉണ്ടല്ലോ, അവളും കൂടെ നോക്കണ്ടെന്ന് നിൽക്കും. അവന്റെ ഭാര്യ എന്ത് നോക്കാനായിട്ടാ? ഇവൻ നോയമ്പെടുക്കുന്നുണ്ടോ നോക്കിക്കൊണ്ടിരിക്കണോ? അതിന്റെ കാര്യമൊന്നുമില്ല. ഇവനെല്ലാം മലയ്ക്ക് പോകാൻ നോയമ്പെടുത്തേ. ഇവൻ കുഞ്ഞുവച്ചൊന്നും അല്ല, ഇവൻ അറിയാല കാര്യങ്ങളൊക്കെ. പിന്നെന്തിനാ ഇനിയിപ്പൊ നീ ഇവന്റെ ഭക്ഷണം പിടിച്ച് പറയണ്ട. അല്ലല്ലോ അങ്ങനെ തന്നെയാണല്ലോ പണ്ട് മുതലേ നീ ചെയ്തതിന്റെ പ്രവൃത്തിയുടെ ബലം ഇപ്പോഴ ഇങ്ങനെയൊക്കെ. കാരണം അന്നേ നീ ഇവനെ പറഞ്ഞ് നേരെയാക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനത്തെ അവസ്ഥ വരുമായിരുന്നോ? ഒരു കാരണവശാലില്ല. ഇവൻ എന്നെ നേരെയായി പോയനും. ഇതുപോലെ ഒരു തലതെറിച്ച സാധനം ഈ അനന്തപുരി വേറെ ഉണ്ടോന്ന് ചോദിക്കുക. ജലജയ്ക്ക് ഒന്നും മിണ്ടാൻ പറ്റില്ല. ജലജ ഒന്നും മിണ്ടായിരിക്കുക. പിന്നീട് ദേവേനി പറഞ്ഞു, അച്ഛാ അതിനിപ്പോ അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനിയിപ്പം നടന്നു. കഴിഞ്ഞുപോയ കാര്യം കഴിഞ്ഞു പോയത്. അത് ശരിയാ, കഴിഞ്ഞുപോയ കാര്യം കഴിഞ്ഞു പോയ ദേവേനി. പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ എവിടെയാണെങ്കിലും പറയണം. ഇനിയിപ്പോ കുഴപ്പമില്ല, മലയ്ക്ക് എല്ലാരും പോയിട്ട് വന്നല്ലോ. ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് പോയി നയനമോളെ വിളിച്ചോണ്ട് വരണമെന്ന് ആദർശനോട് മുത്തശ്ശൻ പറയാ. ഇത് കേട്ടൻ ദേവേനി പറഞ്ഞു, അല്ല അതിന് അവളെ പെട്ടെന്ന് തന്നെ വിളിച്ചോണ്ട് വരുന്നേ. അവൾ അവിടെ കുറച്ചു ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് പറയാണ്. എന്താ ദേവേനി, അവൾ ഇങ്ങോട്ട് വരുന്നോണ്ട് നിനക്ക് എന്തായാലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാന് ദേവേനി, ഇനി നീ മനസ്സിലാകാതെ പോകുന്ന പല കാര്യങ്ങളുണ്ട്. നീ നിന്റെ ഭാവം മാത്രം നോക്കുന്നുള്ളൂ, നിന്റെ ഇഷ്ടങ്ങൾ മാത്രം നോക്കുന്നുള്ളൂ. മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് നീ ചിന്തിക്കുന്ന പോലും ഇല്ല. അല്ലെങ്കിൽ തന്നെ നിനക്ക് ഇങ്ങനെ അവസ്ഥ ഉണ്ടായി കഴിയുമ്പോഴെങ്കിലും നീ ഒന്ന് നന്നാവാൻ തീരുമാനിക്കണ്ടേ? നീ ഇത്രമാത്രം അവളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. പക്ഷെ നിന്റെ മരുമോള് നിന്നെ കുറിച്ച് ഇന്ന് വരെ എന്തെങ്കിലും കുറ്റം പറഞ്ഞ് നീ കേട്ടിട്ടുണ്ടോ? ഇവിടെ ആരോടെങ്കിലും പറഞ്ഞ് നീ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാം. അത് പിന്നെ എന്റെ കേൾക്കെ പറയുന്നില്ലായിരിക്കും എന്ന് പറയണം. നിനക്ക് തെളിയിക്കാൻ പറ്റും ഇവിടെ ആരോടെങ്കിലും നിന്റെ കുറ്റം അവള് പറഞ്ഞിരിക്കുന്നേ? കാരണം പറ്റില്ല.
കാരണം അവൾ അങ്ങനെ ഒരുത്തി അല്ല. നിന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയല്ല അവള്. ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയ മൂത്ത മരുമോളാണ്. എന്തിനേറെ പറയുന്നു, ഇവിടെ വന്നു കയറി വെച്ച നിന്നെയും ഈ നിൽക്കുന്ന ജലജേനെ ജാനകിനെ എല്ലാരെയും വെച്ചിട്ട് ഏറ്റവും നല്ല പെൺകുട്ടിയാണ് അവള്. അവളെപ്പോഴും പെൺകുട്ടിയെ നിന്റെ മരുമോളായിട്ട് കിട്ടാൻ നീ പുണ്യം ചെയ്യണം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് മനസ്സിലാക്കാതെ പോയാൽ നിന്റെ കുഴപ്പമെന്ന് പറയാം. അല്ലെങ്കിൽ നീ നിന്റെ മോനോട് ചോദിച്ചു നോക്ക്. നിന്റെ മോൻ ആദ്യം കണ്ടെടുത്താൽ കാണത്തില്ലായിരുന്നല്ലോ അവളെ. ഇപ്പോഴെങ്ങനെയാ? അവളെന്ന് വെച്ചാൽ ഇവന് ജീവനല്ലേ. കാരണം എന്താ? അവൾ ഇവനെ മാറ്റിയെടുത്തു സ്നേഹം കൊണ്ട്. അല്ലാതെ അവള് പണം കൊടുത്തിട്ടോ വേറൊന്നും കൊടുത്തിട്ടല്ല, സ്നേഹം കൊണ്ട് മാത്രമാണ് ആദർശിനെ മാറ്റിയെടുത്തത്. അവിടെയാണ് അവളുടെ മിടുക്ക്. അതാണ് നീ കണ്ടുപിടിക്കണ്ടേ. ഈ പറയുന്ന നിനക്കും ഇവൾക്കൊന്നും ഇല്ലാതെ പോയ കാര്യം അതാണ്. മനുഷ്യനെ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. അത് നയനമോൾക്ക് ആവശ്യത്തിനും അധികമുണ്ട്. അതുകൊണ്ടാണ് അവളിപ്പോഴും ഞങ്ങളെല്ലാവരും അവളെ ഇഷ്ടപ്പെടുന്നത്, സ്നേഹിക്കുന്നത്, ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് പറയാം. ഇത് കേട്ടത് ആദർശം പറഞ്ഞു, അത് ശരിയാ, എന്റെ പ്രാർത്ഥന അത് മാത്രമായിരുന്നു. ഒരുപക്ഷെ ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങളൊക്കെ മാറണമെന്ന് ഞാൻ വിചാരിച്ചോണ്ടാ മുത്തശ്ശൻ മലയവിട്ടിയെന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞ എല്ലാം മാറുമെന്ന് പറയണം. ഈ സമയം ജലജ പിറുകൊടുത്ത്, പിന്നെ എപ്പം മാറിയെന്ന് ചോദിച്ചാൽ മതി. അമ്മ മുകളിലേക്ക് നോക്കിയിരുന്നു. ഇപ്പൊ എല്ലാം ശരിയാകും. ഏടത്തിയുടെ മനസ്സിലേക്ക് ഞാൻ എരിപിരി കയറ്റി കൊടുത്തു വിടുന്നുണ്ട്. ഒരു കാരണവശാൽ അവൾ ഇനി വീണ്ടും പടി ഔട്ടാൻ പോകുന്നില്ല. അവൾ ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. അവൾ അവിടെ തന്നെ നിൽക്കത്തുള്ളൂ എന്നൊക്കെ ജലജ മനസ്സിൽ കരുതുകയാണ്. പിന്നീട് അങ്ങനെ എല്ലാവരും കൂടെ മുറിയിലേക്ക് ഇങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം അഭി മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും നബി പറഞ്ഞു, ഓ നിനക്ക് മല ചവിട്ടാൻ പറ്റില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് അഭി പറഞ്ഞു, നീ എന്തിനാ കൂടുതൽ പറയണേ? നീയും കൂടെ കാരണക്കാരിയാന്ന് പറയണ. ഞാനെന്ത് തെറ്റ് ചെയ്തിട്ടാ? അഭി, നീ നിന്റെ കൊള്ളരുതായ്മ കയ്യിലിരിപ്പോണ്ട് കാണിച്ചു കൂട്ടിയാന് വേറെ പഴിക്കേണ്ട കാര്യമില്ല. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നിനക്ക് മലയൊന്നും ചവിട്ടാൻ പറ്റില്ല എന്ന്. പക്ഷെ എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു നിന്നെ ഒരു ആപത്തിലും പെടുത്താതെ ഇങ്ങോട്ട് കൊണ്ടുവരണേന്ന്. കാരണം എന്താണെന്നറിയാമോ? എന്റെ വയറ്റ് വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ നീയല്ലേ. അപ്പൊ നിനക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റുമെന്ന് ചോദിക്കോ? ഹോ, പിന്നെ നിന്റെ പ്രാർത്ഥന കൊണ്ടല്ല ഞാനും കൂടി തിരികെ വന്നേ. അതെ, അതുകൊണ്ടാന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ നിനക്ക് മലയ്ക്ക് പോയിട്ട് മല വെട്ടാൻ പറ്റില്ലോ. നിന്റെ കയ്യിലിരിപ്പോണ്ടാ. ഇനിയെങ്കിലും നീ നന്നാവാൻ നോക്ക്. നിനക്ക് ദൈവമായിട്ട് ഒരു അവസരങ്ങൾ തന്നു കഴിയുമ്പോൾ നീ അത് മാക്സിമം വിനിയോഗിക്കാനായിട്ട് നോക്ക്. അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് നടക്കുമല്ല ചെയ്യേണ്ടതെന്ന് പറയാം. പിന്നെ കുറ്റം പറയാത്തൊരു പുണ്യവതി വന്നിരിക്കുന്നു. അല്ല, ഞാൻ എന്ന് ചോദിച്ചോട്ടെ, നീ വലിയ ആദർശം പറയുന്നുണ്ടല്ലോ. ആദർശേണ്ണ എന്താ? ആദർശേണ്ണ മലയ്ക്ക് പോകാൻ മാലയിട്ട് ഞാൻ പ്രാർത്ഥിച്ചെന്തായിരുന്നു? വല്യമ്മ, നിന്റെ അനിയത്തി നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം തീരണം, വഴക്കുകളും പിടക്കുകളും എല്ലാം തീരണമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് വല്ലതും നടന്നോ? ഒന്നും നടന്നില്ലല്ലോ. അതാ പറഞ്ഞ ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ മല ചവിട്ടാത്തതിന് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം. നബി പറഞ്ഞു, ദേ അബി, ഇനി നീ ഇങ്ങനെ ഭഗവാനെ വെല്ലുവിളിച്ചാണ്ടല്ലോ നിനക്ക് അതിന്റെ ശിക്ഷ കിട്ടും. ഇപ്പൊ കിട്ടിയതിന്റെ ഇരട്ടിയായിരിക്കും നിനക്ക് കിട്ടാൻ പോണെന്ന് പറയാം. അതെ, ഞാൻ സ്വീകരിച്ചോളാം, നിനക്ക് മുടക്കൊന്നുമില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അബി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. നബിക്ക് മനസ്സിലായി ഇവൻ പെട്ടെന്നൊന്നും നേരെയാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഇത്രയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം ഇവൻ നേരെ ആവണ്ട. ഓരോ പാഠങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ ഒന്നെങ്കിൽ പഠിക്കണ്ട, പക്ഷെ അതിൽ നിന്നൊന്നും ഇവൻ പഠിക്കുന്നില്ല. അതിന് കാരണം എന്താ? ഇവൻ ഒരിക്കലും നന്നാവാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലെന്ന് തന്നെ. ഇവന് അതുപോലെ എന്തെങ്കിലും വലിയ തിരിച്ചടി കിട്ടിയാൽ മാത്രമേ ഇനി ഇവന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂന്ന് നവ്യ ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്. പിന്നീട് നവ്യ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനുമാണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത്. ജലജയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോ തന്നെ നവ്യക്ക് ശരിക്കും ചിരി വന്നു. കാരണം വലിയ മകനെ കൊണ്ട് വലിയ പൊങ്ങി വർത്താനം പറഞ്ഞുകൊണ്ട് നടന്ന, എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന രീതിയിൽ നവ്യ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. നവ്യ എന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാരും കൂടെ കൂടിയിട്ട് ചെയ്ത പണി. ഇത് കേട്ടപ്പോൾ ജലജ ചോദിച്ചു, ഞാൻ എന്ത് പണിയായിരുന്ന? അല്ല, ഇവിടെ അഭിയാണെങ്കിലും മാലയിട്ട സമയത്ത് എന്തൊക്കെയായിരുന്നു ഇവിടെ പറഞ്ഞുകൊണ്ട് നടന്നേ? എന്റെ അനിയത്തെക്കുറിച്ചും എന്നെക്കുറിച്ചൊക്കെ വേണ്ടാത്ത വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നില്ലേ? അതുകൊണ്ട് എന്ത് പറ്റി? നിങ്ങളുടെ മോന് മല ചവിട്ടാൻ പറ്റിയോ? ഇല്ലല്ലോ. ഇതാണ് പറയണേ, ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടെന്നുള്ള കാര്യം. ഇത് കേട്ടാൻ ജലജ പറഞ്ഞു, നീ കൂടുതൽ പുണ്യമതിയൊന്നും ആവണ്ട. ദേ, നീ കാരണം അവന് മല ചവിട്ടാൻ പറ്റാത്തെ. കൂടെ നിൽക്കുന്ന പെണ്ണ് നന്നായിട്ട് വെറുതെ കൊടുക്കുകയാണെങ്കിൽ ഈ കുഴപ്പമൊന്നും പറ്റില്ലായിരുന്നു. അതെങ്ങനെയാ? വെറുതെ എടുത്ത സമയത്തല്ലേ നീ അവനെ കൊണ്ട് പുറത്തൊക്കെ ചുറ്റാൻ പോയത്. പിന്നെ എന്തൊക്കെയായിരുന്നു സ്നേഹപ്രകടനങ്ങള്? എന്നെ കൂടെ കൂടുതലൊന്നും പറയിക്കണമെന്ന് പറയണം. ഇത് കേട്ടത് നബി പറഞ്ഞു, എനിക്കറിയാം, ഞാൻ അവന്റെ മൃതം മുടക്കിയിട്ടൊന്നുമില്ല. പക്ഷെ അവന്റെ കയ്യിലിരിപ്പോണ്ട അവനിങ്ങനെയായത്. അവനല്ലേലും ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്റെ ഫോണിനകത്ത് തെളിവ് സഹിതമുണ്ട്. കാണിച്ചു തരണോ നിങ്ങളുടെ മകന്റെ വീരസാഹസ കഥകളെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടും ജലജ പറഞ്ഞു, എനിക്ക് ആരുടെയും കഥകളൊന്നും കേൾക്കണ്ടെന്ന് പറയാ. ജലജയ്ക്കറിയാം അബി അങ്ങനെ കൊള്ളരുതായ്മകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കുന്ന. അവന്റെ കയ്യിൽ വെച്ച് അവൻ അങ്ങനെ ചെയ്യുകയും ചെയ്യും. ഇനിയിപ്പം അതും കൂടെ കാണാത്തതിന്റെ ഒരു കുഴപ്പമുള്ളൂ. ജലജയുടെ സംസാരം എല്ലാം കേട്ട് നബിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. നബി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയെങ്കിലും നിങ്ങളുടെ മകനെ പറഞ്ഞ് നേരെയാക്കാൻ നോക്ക്. അവൻ ഇനിയും സമയമുണ്ട്. അവനൊരു കുഞ്ഞിന്റെ അച്ഛനാവാനായിട്ട് പോവാ. ആ ഒരു ബോധവും കാര്യങ്ങളൊന്നും അവനില്ല. സ്വന്തം ഭാര്യയെങ്കിലും മനസ്സിലാക്കാനായിട്ട് അവനോടൊന്ന് പറയാം. ജലജ പറഞ്ഞു, പിന്നെ മനസ്സിലാക്കിയാലും മതി, നിന്നെ പോലുള്ള ഒരുത്തിനെയല്ലേ, അതിന്റെ കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ജലജ വെട്ടിത്തിരിഞ്ഞങ്ങോട്ട് പോവാണ്. നബിക്ക് മനസ്സിലായി ഇവരാണ് അബിക്ക് വളം വെച്ച് കൊടുക്കുന്നത്. ഇവരെത്രയും കാലം
അബിയുടെ കൂടെ ഉണ്ടോ അത്രയും കാലം അബിക്ക് ഒരിക്കലും നല്ലൊരു ജീവിതം ഉണ്ടാകത്തില്ല. കാരണം ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുത്ത് അബിയുടെ മനസ്സിനെ തിരിച്ചുകൊണ്ട് വരുന്ന അമ്മ ഒറ്റ ഒരുത്തിയാണ്. അല്ലെങ്കിൽ പണ്ടേ അബി നന്നായി പോയന്. അങ്ങനെ ഒരു ചിന്തയൊക്കെ നബിയുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ആദർശ് വന്നതിന് ശേഷം നയനെ കാണാനായിട്ട് ചെല്ലുവാണ്. നയനെ കണ്ടിച്ചപ്പോൾ നയനെ ചോദിച്ചു, എങ്ങനെയുണ്ട് ആദർശേട്ടൻ മലയ്ക്ക് പോയിട്ട്? കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇല്ലേ, കണ്ടു, അധികം വൈകാതെ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരമാവെന്ന് പറയണം. ഇനി നമുക്ക് ദേ ശുക്രദശ ഉദിക്കാൻ പോകുമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, ദേ ശുക്രനും വേണ്ട ഒന്നും വേണ്ട, ഇപ്പോഴത്തെ ഉള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു. മനുഷ്യനെ മനസ്സിലാക്കിയാൽ മാത്രം മതിയായിരുന്നു പറയാം. ഒരു പക്ഷേ അമ്മ എന്നെ മനസ്സിലാക്കുവാണെങ്കിൽ പകുതി വിഷമങ്ങളും വേദനകളും ഒക്കെ കുറഞ്ഞു കിട്ടിയാണെന്ന് പറയാം. ആദർശം, നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? ഞാൻ മലയ്ക്ക് പോയി മലയോട്ടി എന്തിനാന്ന് നിനക്കറിയാലോ. അയ്യപ്പസ്വാമി ഉറപ്പായിട്ട് അനുഗ്രഹിക്കും. അധികം വൈകാതെ തന്നെ കണ്ടു നിന്നെ മനസ്സിലാക്കി അമ്മ കൂട്ടിക്കൊണ്ട് പോകുന്നു പറയണം. എനിക്കാ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ല ആദർശേട്ടാ. അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാനായിരുന്നെങ്കിൽ അമ്മ എന്നെ പണ്ടേ കൂട്ടിക്കൊണ്ട് വേണം. അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കേട്ടത് ആദർശ് പറഞ്ഞു, അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, സമയമുണ്ടല്ലോ, നീ ധൈര്യമായിട്ടിരിക്കാൻ പറയണം. അപ്പോഴേക്കും കമലയും ഗോവിന്ദനും ഒക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നു. പിന്നീട് ആദർശനോട് സംസാരിക്കണം, അബിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദനും കമലയും പറഞ്ഞു, അതെ കനകയും പറഞ്ഞു എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ഇനിയിപ്പൊ അന്ന് ഓർത്തിട്ട് കാര്യം പോലും ഇല്ല. അബി ഇങ്ങനെയായപ്പോ അത് എങ്ങനെയാന്ന് മാത്രം അറിയത്തില്ലാത്തുള്ളൂ. നവ്യമോളുടെ ജീവിതം അത് ഓർത്തിട്ട് ഒരു വിഷമമുള്ളെന്ന് പറയണം. ആദർശ് പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട. ഒരു പക്ഷേങ്കിൽ ഇനി അവന് അവൻ്റെതായ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ എന്തേലും ഒരു കാരണം ഉണ്ടാകുമായിരിക്കും. അവൻ ചിലപ്പോൾ നന്നാകുമായിരിക്കും. അവന് നന്നാവണമെന്ന് തോന്നാനായിട്ട് എന്തേലും ഒരു കാരണം ഉണ്ടാവുമായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടതും കനക പറഞ്ഞു, എൻ്റെ മനസ്സിൽ ആ ഒരു പ്രതീക്ഷയുണ്ട്. ഒരു പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ നബിമോൾക്ക് നല്ലൊരു ജീവിതം കിട്ടും. അവളുടെ ഭർത്താവ് അവളെ സ്നേഹിക്കുന്നുള്ള, ഇപ്പോഴാണെങ്കിലും ഗർഭിണിയായിട്ട് പോലും അവളെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നൊന്നുമില്ല അബി. ആ വിഷമങ്ങളൊക്കെ അവളുടെ മനസ്സിലുണ്ട്. പക്ഷെ അവൾക്ക് ആരോടും അത് പറയാനൊന്നും പറ്റില്ലല്ലോ. നയനമോൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചൊരു സമാധാനമായിരുന്നു. നയനമോൾ ഇവിടെ ആയി പോയില്ലേ എന്ന് പറയണം. അതൊന്നും സാരമില്ലമ്മേ, എല്ലാം ശരിയാവുന്നൊക്കെ പറഞ്ഞ് ആദർശ് സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് മുറിയിലേക്ക് എന്നിട്ട് നയനയോട് സംസാരിക്കുകയാണ് ആദർശ്. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു, അതെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ തീരുമാനിച്ചെന്ന് പറയണം. എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടാ? അതെ. അല്ല ഇപ്പൊ ഇത്രയും ദിവസമായില്ലേ, ഇനി ഇപ്പം നിൽക്കേണ്ട കാര്യമുണ്ടോന്ന് നിൽക്കും. വേണ്ട ആദർശേട്ടാ, ഞാനിപ്പോൾ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയും. അതെന്താ? ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാകത്തില്ലെന്ന് പറയും. ഓഹോ, അപ്പൊ നിനക്ക് എന്നെ ഇഷ്ടമില്ലേന്ന് ചോദിക്കും. ഇഷ്ടമുണ്ട്, അതുകൊണ്ടല്ല. പിന്നെയോ, ഞാൻ അങ്ങോട്ട് വന്നാൽ ചിലപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും. അതുകൊണ്ട് അമ്മയുടെ മനസ്സ് വെറുതെ വേദനിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അതൊന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് നയനെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.